കാർഷിക മേഖലയെ വിനോദസഞ്ചാരവുമായി സംയോജിപ്പിച്ച് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ സാധ്യതകൾ തുറക്കുക എന്ന ലക്ഷ്യത്തോടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഗ്രി ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. കൃഷിഭവനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മമ്പാട് കറ്റുകുളങ്ങര ഭഗവതി ക്ഷേത്രവും ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രക്കുളവും ചുറ്റിപ്പറ്റി വ്യാപിച്ചു കിടക്കുന്ന കറ്റുകുളങ്ങര പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട 50ഓളം ഹെക്ടർ നെൽവയലുകളിലായാണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടീലുത്സവം സംഘടിപ്പിച്ചു. പുതിയ തലമുറയിൽ കാർഷിക മേഖലയോടുള്ള താൽപര്യം വളർത്തുകയും കൃഷിയുടെ പ്രാധാന്യം നേരിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടീലുത്സവം സംഘടിപ്പിച്ചത്. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM കലാധരൻ നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു അഗ്രോ ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യം ആദ്യഘട്ടത്തിൽ കണ്ടെത്തി. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA TM ശശി അവർ നിർവഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പാടത്ത് ടൂറിസത്തിന് എങ്ങനെയൊക്കെ നമുക്ക് വരുന്ന ആളുകൾക്ക് സന്തോഷം പകരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇവിടെ പൂച്ചെടികൾ, അതുപോലെ നമ്മുടെ മനോഹരമായ ഒരു കുളം അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ കുളത്തിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ആലോചിച്ച് ബന്ധപ്പെട്ട വിദഗ്ധർക്ക് തന്നെ വന്ന് പരിശോധിച്ചു. ആവശ്യമായ മാർഗ്ഗരേഖകളൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾക്ക് കിട്ടുന്ന സമയം ഇവിടെ വന്നാൽ അവിടെ സന്തോഷമായിട്ട് അവർക്ക് ഇവിടെ വന്ന് കാണാനും സന്തോഷിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. അത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കറ്റുകുളങ്ങര പാടശേഖര സമിതിയാണ്. പാടശേഖര സമിതിയിലെ കർഷകരൊക്കെ തന്നെ അവർക്ക് പ്രത്യേക പരിശീലനം ഇതിന് കൊടുത്തു. അതോടൊപ്പം തന്നെ അവർക്ക് ക്ലാസ് ബഹുമാനപ്പെട്ട നമ്മുടെ SP മാഡം എടിയെ വന്ന് കൊടുക്കുകയുണ്ടായി. ഇത്തരത്തിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കൃഷിയും വിനോദസഞ്ചാരവും സംയോജിപ്പിക്കുന്ന ഇത്തരം പദ്ധതികൾ ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്നും കർഷകർക്ക് അധിക വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ U ബാബു അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സജിത ശിവദാസ്, കൃഷി ഓഫീസർ ഡോക്ടർ വന്ദന, വാർഡ് അംഗങ്ങളായ മാലിനി കണ്ണൻ, ഷീബ ഗംഗാധരൻ, NSS പ്രോഗ്രാം ഓഫീസർ സരിൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മമ്പാട്, കാരപ്പാടം, മൂലങ്കോട്, കാളത്തോട്ടം, ഇളങ്കാവ്, അങ്ങൂട്, നൈനാങ്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കറ്റുകുളങ്ങര പാടശേഖരം പ്രകൃതി ഭംഗി കൊണ്ട് ശ്രദ്ധേയമാണ്. കറ്റുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെയും ക്ഷേത്രകുളത്തിന്റെയും പശ്ചാത്തലത്തിൽ വിരിഞ്ഞുകിടക്കുന്ന വിശാലമായ നെൽവയലുകൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഈ പ്രകൃതി സൗന്ദര്യം പ്രയോജനപ്പെടുത്തിയാണ് അഗ്രി ടൂറിസം പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പാടവരമ്പുകളിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. പൂക്കളാൽ അലങ്കരിച്ച പാടവരമ്പുകൾ സഞ്ചാരികൾക്ക് കൂടുതൽ ആകർഷകമായ അനുഭവം സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ക്ഷേത്രകുളത്തിനു ചുറ്റും പൂച്ചെടികളും അലങ്കാര സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് പ്രദേശത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. കാർഷിക ഉൽപാദനവും പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും ഒരുമിപ്പിക്കുന്ന കറ്റുകുളങ്ങര അഗ്രി ടൂറിസം പദ്ധതി കിഴക്കഞ്ചേരിയുടെ വികസനത്തിന് പുതിയ അധ്യായമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും നാട്ടുകാരും. UTV ന്യൂസ്, പാലക്കാട്.